അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമസ്കാരം അർത്ഥസഹിതം പഠിക്കാം എന്ന വിഷയത്തിൽ 39 ഭാഗങ്ങൾ നേരത്തെ ഈ ചാനലിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. 40ാമത്തെ ഭാഗമാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. 39ാമത്തെ ഭാഗത്തിൽ നാം ചർച്ച ചെയ്തത് ആദ്യത്തെ അത്തഹിയ്യാത്ത്, അതുപോലെ ഖുനൂത്ത്, ഇത് രണ്ടും ഒഴിവാക്കിക്കൊണ്ട്, ആദ്യത്തെ അത്തഹിയ്യാത്ത് ഒഴിവാക്കിക്കൊണ്ട് നിന്ന ഒരാൾ പിന്നീട് ഖുനൂത്തിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ, അത്തഹിയ്യാത്തിലേക്ക് തന്നെ മടങ്ങി വന്നാൽ അവന്റെ നമസ്കാരം ബാത്തിലാകും. ഖുനൂത്ത് ഒഴിവാക്കിക്കൊണ്ട് സുജൂദിൽ പോയി സുജൂദിൽ എത്തിയ ഒരു വ്യക്തി സുജൂദിൽ നിന്ന് ഖിയാമിലേക്ക് തന്നെ മടങ്ങിയാൽ നമസ്കാരം ബാത്തിലാകും എന്നാണ് അവസാനമായി നാം പറഞ്ഞു വെച്ചത്. ഇനി പറയാനുള്ളത് അതുമായി ബന്ധപ്പെട്ടതാണ്. ഇങ്ങനെ ചെയ്തത് ഇമാമോ തനിച്ച് നിസ്കരിക്കുന്ന ആളോ ആണെങ്കിലാണ് നമസ്കാരം ബാത്തിലാവുക. അപ്പോൾ മഅ്മൂമാണെങ്കിൽ അവന്റെ നമസ്കാരം ബാത്തിലാവുകയില്ല, അവന് മടങ്ങൽ ഹറാമാവുകയും ഇല്ല. അഥവാ ഒന്നുകൂടി പറയാം, ഇമാമും ജമാഅത്തുമായി നിസ്കരിക്കുമ്പോൾ ഇമാം ആദ്യത്തെ അത്തഹിയ്യാത്തിന് ഇരുന്നപ്പോൾ മഅ്മൂമ് പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു, ആദ്യത്തെ അത്തഹിയ്യാത്തിന് ഇരിക്കാതെ. എന്നാൽ അവൻ പിന്നീട് ആദ്യത്തെ അത്തഹിയ്യാത്തിന് ഇരുന്നാൽ ഇരിക്കൽ കൊണ്ട് അവന്റെ നമസ്കാരത്തിന് ഒന്നും സംഭവിക്കുകയില്ല. ഇരിക്കൽ അവനിക്ക് ഹറാമില്ല, മാത്രമല്ല അവനിരിക്കണം. അപ്പൊ മഅ്മൂമ് ആദ്യത്തെ അത്തഹിയ്യാത്ത് ഒഴിവാക്കിക്കൊണ്ട് എഴുന്നേറ്റ് നിന്നാൽ, അല്ലെങ്കിൽ ഖുനൂത്ത് ഒഴിവാക്കിക്കൊണ്ട് സുജൂദിലേക്ക് പോയാൽ അവനെ രണ്ടാലൊരു കാര്യം ചെയ്യാവുന്നതാണ്. ഒന്ന്, മടങ്ങുക. രണ്ട്, അവൻ ഇമാമിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുക. അതേ പ്രകാരം തന്നെ മൂന്നാമത്തെ ഒരു മാർഗം കൂടി അവന് ചെയ്യാം. അതെന്താ? ഇമാമുമായി വിട്ടുപിരിയാൽ കരുതുക. അപ്പൊ ഇമാമും ജമാഅത്തുമായി നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മഅ്മൂമ് എന്തു ചെയ്തു? ആദ്യത്തെ അത്തഹിയ്യാത്തിന് ഇരിക്കാതെ എഴുന്നേറ്റ് നിന്നു. അങ്ങനെ എഴുന്നേറ്റ് നിന്നതായ വ്യക്തി, അയാൾക്ക് മൂന്നാലൊരു കാര്യം ചെയ്യാം. ഒന്ന്, അവനിക്ക് ഇങ്ങോട്ട് തന്നെ മടങ്ങി ഇമാമിന്റെ കൂടെ അത്തഹിയ്യാത്തിന് ഇരിക്കാം. രണ്ട്, അവിടെ തന്നെ ഇമാമിനെ പ്രതീക്ഷിച്ച് നിൽക്കാം. മൂന്ന്, അവന് ഇമാമുമായി വിട്ടുപിരിയുന്നു എന്ന് കരുതി അവന്റെ നമസ്കാരം സ്വന്തമായി മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷേ ഇതിൽ നിന്ന് അവനിക്ക് സുന്നത്തുള്ള കാര്യം, പ്രബലമായ അഭിപ്രായം അനുസരിച്ച് അവൻ മടങ്ങലാണ്. മടങ്ങിക്കൊണ്ട് ഇമാമിന്റെ കൂടെ ആദ്യത്തെ തഹിയ്യത്ത് ഓതുക എന്നതാണ് സുന്നത്ത്. ഇനിയും മറ്റൊരു മസ്അലയാണ് പറയുന്നത്. അതായത് ഒരു മഅ്മൂം ഇമാമിനോട് താബിയായിക്കൊണ്ട് തുടർന്നുകൊണ്ട് ആദ്യത്തെ തഹിയ്യത്തിനെ ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ ഖുനൂത്തിനെ ഉപേക്ഷിച്ചു. എന്നാൽ അവന്റെ മേലിൽ മടങ്ങാൻ പറ്റുകയില്ല. ഇമാം മടങ്ങിയാലും ശരി, മടങ്ങാൻ പറ്റുകയില്ല. എന്താണ് പറഞ്ഞത്?
ഇമാം എന്ത് ചെയ്തു? ആദ്യത്തെ അത്തഹിയാത്ത് ഓതാതെ അയാൾ മൂന്നാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിന്നു. അപ്പോ ആ ഇമാമിനോട് തുടർന്നുകൊണ്ട് മഅ്മൂമും എന്ത് ചെയ്തു? ആദ്യത്തെ അത്തഹിയാത്ത് ഓതാതെ ഇമാമിന്റെ കൂടെ മൂന്നാമത്തെ റക്അത്തിലേക്ക് നിന്നു. എന്നാൽ പിന്നീട് ആ മഅ്മൂമ് ആദ്യത്തെ അത്തഹിയാത്തിലേക്ക് മടങ്ങൽ ഹറാമാണ്. ഇമാമും മടങ്ങിയാലും മടങ്ങാൻ പറ്റുകയില്ല എന്നാണ്. കാരണം ഇമാമിന് മടങ്ങാൻ പാടില്ല. അപ്പൊ ഇമാമും മടങ്ങിയത് ഒന്നുകിൽ മനഃപൂർവമായിരിക്കും. മനഃപൂർവമാണ് മടങ്ങിയത് എങ്കിൽ ഇമാമിന്റെ നമസ്കാരം ബാത്തിലാണ്. അതെല്ലാം മറന്നുകൊണ്ടോ വിവരമില്ലാതെയാണോ മടങ്ങിയത് എങ്കിൽ അതിനോട് ആ വിഷയത്തിൽ ഇമാമിനോട് യോജിക്കാൻ പറ്റുകയില്ല. പിന്നെ ആ മഅ്മൂമ് നൃത്തത്തിൽ തന്നെ ഇമാമിനെ പ്രതീക്ഷിക്കുകയാണ് വേണ്ടത്. ആദ്യത്തെ തഹിയ്യത്താണ് ഒഴിവാക്കിയിട്ടുള്ളത് എങ്കിൽ, അല്ലെങ്കിൽ ഇമാമിനെ അവൻ പ്രതീക്ഷിക്കണം സുജൂദിൽ. എപ്പോൾ ഖുനൂത്ത് ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിൽ അങ്ങനെ പ്രതീക്ഷിക്കണം എന്ന് പറയുന്നത് മറന്നുകൊണ്ടോ വിവരമില്ലാതെയാണോ ഇമാമ്, ഈ രണ്ടാമൊരു രൂപത്തിലാണ് ഇമാമ് മടങ്ങിയിട്ടുള്ളത് എന്ന ഒരു നല്ല ചിന്തയിലാണ് ഇങ്ങനെ അവനെ കാത്തു നിൽക്കണം എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ ഈ ഇമാമുമായി വിട്ടുപിരിയുന്നു എന്ന് കരുതിക്കൊണ്ട് അവൻ സ്വന്തമായി നിസ്കരിക്കണം. അതാണ് ഏറ്റവും നല്ലത് ആ ഇമാമിനെ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ. ഇനി ഇമാമിനെ പ്രതീക്ഷിച്ചില്ല, അവൻ ഇമാമുമായി വിട്ടുപിരിയുന്നു എന്ന് നിയ്യത്ത് വെച്ചതും ഇല്ല, പിന്നെ അവൻ മനഃപൂർവം മടങ്ങി. ഇമാമ് ആദ്യത്തെ അത്തഹിയാത്തിലേക്ക് മടങ്ങിയപ്പോൾ മഅ്മൂമും എന്തു ചെയ്തു? ആദ്യത്തെ അത്തഹിയാത്തിലേക്ക് മടങ്ങിയാൽ അത് മനഃപൂർവം അറിഞ്ഞുകൊണ്ടുമാണെങ്കിൽ അവന്റെ നമസ്കാരം ബാത്തിലാകുന്നതാണ്. ഈ ഒരു മസ്അല മാത്രമാണ് ഈ ഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നത്. ഇത് പല തവണ കേട്ട് നമ്മുടെ നിസ്കാരത്തിലൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് പ്രത്യേകം മനസ്സിലാക്കണം എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരത്തിൽ വരുന്ന തെറ്റുകളൊക്കെ സൂക്ഷിച്ച് അല്ലാഹു സ്വീകരിക്കുന്ന രീതിയിൽ നിസ്കരിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, ഉസ്താദുമാരെ ബന്ധപ്പെട്ടവർ, നമ്മുടെ ഭാര്യമാരുടെ മാതാപിതാക്കളെ ബന്ധപ്പെട്ടവർ, അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള അനേകം ആളുകളുണ്ട്. അവരുമായി ബന്ധപ്പെട്ട മരണപ്പെട്ടു പോയവർ, അവരുടെയൊക്കെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുകയും വിജയികളിൽ അല്ലാഹു ഉൾപ്പെടുത്തുകയും ചെയ്യട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ നമുക്കും അവർക്കുമൊക്കെ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.